മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 60-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം ഈശോ നൽകുമ്പോൾ ഈശോയുടെ 72 ശിഷ്യന്മാരിൽ ചിലർക്ക് അത് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല. അവർ പറയുകയാണ്, ഈ വചനം എത്ര കഠിനമാണ്, ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഒരു കഠിനതയുണ്ട്. ഈശോയുടെ വഴികളെ അനുഗമിക്കുന്നതിൽ ഒരു കഠിനത ഉണ്ട്. ഈ കഠിനതയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ദൈവകൃപയും ദൈവാനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കരുതുന്ന ഒരു കാര്യമാണ്, വചനം പാലിക്കാൻ ആർക്ക് പറ്റും? കാരണം അത് കഠിനമാണ്. ഈശോയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആർക്ക് പറ്റും? കാരണം അത് കഠിനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കഠിനമായിട്ടുള്ള ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. ആ വചനത്തിന്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ജീവിതമൊന്നുമല്ല. ആത്മീയ ജീവിതത്തിൽ ഒരു കഠിനതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. പലപ്പോഴും പലവരും വിളിച്ചിട്ടും പല കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ, ചില പ്രാർത്ഥനകൾ നടത്താൻ പറയുമ്പോൾ അവർ പറയും, സമയമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സമയമില്ലായ്മയുടെ നടുവിൽ പോലും നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തിയെടുക്കുന്നതിലൊരു കഠിനതയുണ്ട്. ആ കഠിനത ഏറ്റെടുക്കുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടത്തുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വങ്ങള്, നമ്മുടെ ജോലികള്, നമ്മുടെ മറ്റ് പല കാര്യങ്ങൾക്കും പിന്നാലെ നമ്മൾ നടന്ന് നമ്മൾ ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാതെ വരുമ്പോ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി വഴിയിലൂടെ ഞാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി നടന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഉത്തരവാദിത്വത്തിന്റെ നടുവിലൂടെ നമ്മൾ നടക്കുമ്പോഴും അവിടെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ അതിലൊരു കഠിനതയുണ്ട്. ആ കഠിനത ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആത്മീയ ജീവിതത്തിന്റെ കഠിനത ഏറ്റെടുക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ ദുഃഖങ്ങളെയും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ഭവനത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദുരാത്മശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ തടസ്സങ്ങളും, രോഗങ്ങളും, അസ്വസ്ഥതകളും, പരാജയങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.